മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം സ്നേഹമാകുന്നു എന്ന വലിയ സത്യത്തിന്റെ പ്രായോഗിക വെളിപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ബെത്സൈദ കുളക്കരയിൽ 38 വർഷം തളർന്നു കിടന്ന രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം സാബത്ത് ലംഘിച്ചു എന്ന യഹൂദ നേതാക്കളുടെ ആരോപണത്തിന് മറുപടിയായി ഈശോ തന്റെ ദൈവത്വവും പിതാവുമായുള്ള ഐക്യത്തിന്റെ ആധികാരികതയും വെളിപ്പെടുത്തുന്നതാണ് ഈ വചനഭാഗം. പിതാവായ ദൈവം ചെയ്യുന്നതല്ലാതെ പുത്രൻ സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ലെന്നും പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണെന്നും അവിടുന്ന് വ്യക്തമാക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ 3 ആളുകളും രക്ഷാകരമായ പ്രവൃത്തികളിൽ ഒരുപോലെ വ്യാപൃതരാണെന്നും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതായത് പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് വളരാനുള്ള ആഹ്വാനം കൂടിയാണ് സഭ ഈ വചനഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഈ വചനഭാഗം നാം ധ്യാനിക്കുമ്പോൾ 3 പ്രധാന സത്യങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒന്നാമതായി, ഈ വചനഭാഗം പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. അതെ, പിതാവായ ദൈവത്തോട് ഈശോയ്ക്കുള്ള അഭേദ്യമായ ബന്ധമാണ് ഈ വചനത്തിന്റെ കാതൽ. പിതാവ് ചെയ്യുന്നതല്ലാതെ ഒന്നും സ്വമേധയാ ചെയ്യാൻ പുത്രന് സാധ്യമല്ല എന്ന് പറയുമ്പോൾ പിതാവിന്റെ ഹിതത്തിന് പുത്രൻ നൽകുന്ന പൂർണ്ണമായ വിധേയത്വമാണ് നാം കാണുന്നത്. ഈ ഐക്യം കേവലം ഒരു നിയമം മാത്രമല്ല, മറിച്ച് സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. ക്രിസ്തീയ ജീവിതം എന്നത് ക്രിസ്തു പിതാവിനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ നാം ഈശോയോട് ചേർന്ന് നിൽക്കുകയും ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ഒന്നാവുകയും ചെയ്യുന്നതാണ് എന്ന തിരിച്ചറിവ് നമ്മെ ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ വളരാൻ സഹായിക്കുന്നു. രണ്ടാമത്തേത്, ജീവദാതാവായ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ദൈവം മാത്രം നൽകുന്ന ദാനമാണ് ജീവൻ. ഈ സുവിശേഷ ഭാഗത്തിലൂടെ പിതാവിന് ജീവന്റെ മേലുള്ള അതേ അധികാരം പുത്രനും ഉണ്ടെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു. അവിടുന്ന് ആത്മീയമായും ശാരീരികമായും ജീവൻ നൽകുന്നവനാണ്. പാപം വഴി ആത്മീയ ജീവൻ മരിച്ചവർക്ക് കൃപയുടെ ജീവൻ നൽകാനും അന്ത്യനാളിൽ മരിച്ചവർക്ക് ഉത്ഥാനത്തിലൂടെ ജീവൻ നൽകാനും അവിടുന്ന് പ്രാപ്തനാണ്. ക്രിസ്തുവിലൂടെ അല്ലാതെ ജീവിതത്തിന് പൂർണ്ണതയില്ല എന്ന വലിയ സത്യമാണ് ഇവിടെ മുഴങ്ങുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു കഴിഞ്ഞു എന്ന വലിയ ഉറപ്പ് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. മൂന്നാമതായി, ഈശോയുടെ ന്യായവിധിക്കുള്ള അധികാരത്തെയാണ് വചനഭാഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ന്യായവിധിക്കുള്ള പൂർണ്ണ അധികാരം പിതാവ് പുത്രനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിന് വലിയൊരു ഉത്തരവാദിത്വം കൂടി നൽകുന്നു. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും ഒരു നാൾ അണിനിരക്കും. ക്രിസ്തുവിന്റെ വിധി എന്നത് സ്നേഹത്തിന്റെ വിധി കൂടിയാണ്. നമ്മെ രക്ഷിക്കാൻ സ്വയം ബലിയായി തീർന്നവൻ തന്നെയാകും നമ്മുടെ ന്യായാധിപൻ എന്നത് മക്കളായ നമുക്ക് ഭയത്തിന് പകരം പ്രത്യാശയാണ് നൽകുന്നത്. വചനം ശ്രവിക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല എന്ന വാഗ്ദാനവും ഇതിലുണ്ട്. അതിനാൽ ജീവന്റെ ഉറവിടവും നീതിമാനായ ന്യായാധിപനുമായ ഈശോയോട് പൂർണ്ണമായി ഐക്യപ്പെടുമ്പോൾ മാത്രമേ നമ്മിൽ ദൈവമഹത്വം പൂർണ്ണമാവുകയുള്ളൂ എന്നും സ്നേഹത്തിന്റെ പ്രവർത്തികളിലൂടെയാണ് നാം ഈ മഹത്വത്തിന്റെ ഭാഗമാകേണ്ടത് എന്നും തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ ഒരു കൊച്ചു ബാലൻ ഒരു വലിയ കല്ല് നീക്കാൻ ശ്രമിക്കുന്ന തന്റെ അപ്പനെ നോക്കി നിൽക്കുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും തന്റെ അപ്പന് ആ കല്ല് മാറ്റാൻ കഴിയുന്നില്ല എന്ന് കണ്ട് മകൻ അപ്പനോട് ചോദിച്ചു, അപ്പൻ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുന്നുണ്ടല്ലോ? അപ്പൻ പറഞ്ഞു, ഉവ്വ് മകനെ. അപ്പോൾ മകൻ പറഞ്ഞു, ഇല്ലപ്പാ, അപ്പൻ എന്നെ സഹായിക്കാൻ വിളിച്ചില്ലല്ലോ, ഞാൻ അപ്പന്റെ ശക്തിയല്ലേ. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും കടമകളിലും നാം പലപ്പോഴും പരാജയപ്പെടുന്നത് നാം ഒറ്റയ്ക്ക് ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഈശോ പിതാവിനോട് ചേർന്ന് നിന്നതുപോലെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അഗസ്റ്റിനോസ് പുണ്യവാളൻ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുമെന്ന്. അതിനാൽ ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ പ്രവർത്തികളിലൂടെ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വളർത്താനും ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ഈശോയിൽ ഒന്നായി ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.